രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓണാകുമ്പോൾ മാത്രം കരണ്ട് വരികയും രാവിലെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫായാൽ കരണ്ട് പോവുകയും ചെയ്യുന്നൊരു വീടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി KSEB സെക്ഷന് കീഴിൽ. ആശ്രയ പുള്ളോലി ഭാഗത്ത് വാസുദേവൻ എന്ന ഈ വ്യക്തിയുടെ ഈ വീട്ടിലാണ് ഈ അപൂർവ പ്രതിഭാസമുള്ളത്. KSEB ഒരുക്കിയ ഒരു പ്രത്യേക പ്രതിഭാസമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടിന് മുൻഭാഗത്തായി ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ സാധിക്കും. പോസ്റ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോൾ തെളിയുന്നോ ആ സമയം ഈ വീട്ടിൽ കറണ്ട് വരും. ആ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോൾ ഓഫാകുന്നോ, അതായത് ആ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോൾ ആര് ഓഫ് ചെയ്യുന്നോ ആ സമയം ഈ വീട്ടിലും കറണ്ട് പോകും. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈനിലാണ് ഈ വീട്ടിലേക്കുള്ള സർവീസ് വയറിൻ്റെ കണക്ഷൻ നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഏതാണ്ട് 2 ദിവസമായി നിരന്തരമായി മല്ലപ്പള്ളി KSEB സെക്ഷനിലേക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ എന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്? എന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു 9 മണി 8:30 9 മണി കൂടി ഒരു കാറ്റും മഴയും വരികയും അന്നേരം ഇത് ഒരു കമ്പൊടിഞ്ഞ് വീണ് സർവീസ് വയർ പോവുകയും ചെയ്തു. അന്നേരം മുതൽ അതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കഴിഞ്ഞ ഒരു 40-50 തവണ വിളിക്കുമ്പോൾ മാത്രമാണ് ഒരു തവണ KSEB എടുക്കുന്നത്. അപ്പം എല്ലാം ഇത് കിട്ടാറില്ല. അങ്ങനെ അന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ പരാതി കൊടുക്കുകയും കഴിഞ്ഞ ബുധനാഴ്ച തിങ്കൾ ചൊവ്വ 2 രാത്രിയും 2 പകലും കറണ്ടില്ലായിരുന്നു. ബുധനാഴ്ച രാവിലെ അവർ വന്ന് ഇത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ കറണ്ടുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കുകയാണ്. അതിനുശേഷം ആരോ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഊരി കറണ്ട് പോയി. അത് സ്വാഭാവികം എന്ന് വിചാരിച്ച് കറണ്ട് പോയതാണ് നമ്മൾ വിചാരിച്ചു. നമ്മൾ ചേർത്ത് കറണ്ടെങ്കിലും ഇല്ല, നമ്മൾ മറ്റുള്ളവരുടെ ചോദിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ആരോ വന്ന് സ്ട്രീറ്റ് ലൈറ്റ് കുത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് വരുന്നു. ഇന്ന് രാവിലെ ഈ കറണ്ട് ഇത് ആ ഒരു ഫ്യൂസ് ഊരി കറണ്ട് പോയി. സ്ട്രീറ്റ് ലൈറ്റ് ഊരിയപ്പോൾ കറണ്ട് പോയി. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. ഒരു 8 പോസ്റ്റിനപ്പുറത്താണ് ഈ ഫ്യൂസ് ഇരിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ കുത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടിട്ട് നാട്ടുകാരിൽ ഒരാൾ ഊരിയപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഇപ്പോൾ സന്ധ്യ മുതൽ എൻ്റെ വീട്ടിൽ കറണ്ടുണ്ട്. ഈ സംഭവത്തിൽ KSEB ഇത് വ്യക്തമായി പരാതി പറഞ്ഞില്ലേ? വ്യക്തമായി പരാതി പറയുകയും പറഞ്ഞപ്പോഴെല്ലാം അവർ പറയുന്നത് ഇവിടുത്തെ ലൈൻമാൻ ഈ ഞാൻ കൊടുത്ത അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഈ സംസാരിക്കുന്നത് 5:45 പറഞ്ഞപ്പോഴും പറഞ്ഞു അവർ വന്നത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും വന്ന് ഈ ലൈറ്റ് ഊരിയാൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ആരെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഊരിയാൽ നമ്മൾ ഇരുട്ടത്തിലാവും. അത് ഞങ്ങൾ 2 പേര് പ്രായമായ 2 പേരാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത് ആരോട് പറയാനാണ്? നമ്മളിപ്പോൾ ആരോട് പറയണമെന്നുള്ളത് എനിക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത്. മല്ലപ്പള്ളി KSEB സെക്ഷനിൽ എത്ര തവണ വിളിച്ചിട്ടുണ്ടാവും ഈ ഒരു പരാതി പറയാൻ? ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ എൻ്റെ പേരും ഫോൺ നമ്പറും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ എഴുതുകയാണെങ്കിൽ. ഇല്ല, ആദ്യം 1 പ്രാവശ്യം എഴുതിയിട്ടുള്ളെങ്കിൽ എനിക്കറിയില്ല, എങ്കിലും ഒരു 10 പ്രാവശ്യമെങ്കിലും. പക്ഷേ ഇന്ന് ഞാൻ അവരെ വിളിച്ചപ്പോൾ വാസുദേവൻ അല്ലയോ എന്നാണ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. സുപരിചിതനാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ പരാതി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം നമ്പറിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് വാസുദേവനല്ലേ, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇന്നും ആ ഏതോ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇത് താങ്കൾക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാണ്? ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് പോകുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം 8:30 ആയപ്പോൾ ഞാൻ 2 മെഴുകുതിരിയും മേടിച്ചുകൊണ്ടൊന്ന് കത്തിക്കാമെന്ന് വെച്ച് ഞങ്ങൾ 2 പേരും കൂടി ഇരുട്ടത്തിരിക്കുമ്പോൾ ആരോ സ്ട്രീറ്റ് ലൈറ്റ് അന്നേരം കുത്തി ഞങ്ങളുടെ വീട്ടിലും കറണ്ട് വന്നു. അപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അന്നേരം തന്നെ ഇവരെ അത് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇന്ന് തുടർച്ചയായി വിളിച്ചു, ഒരു നടപടി ഇതുവരെ ഈ സമയം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഈ പ്രദേശത്തെ ചുമതലയുള്ള ലൈൻമാനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കാമെന്നാണ്. സ്വാഭാവികമായും തെറ്റുപറ്റാം, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. സ്വാഭാവികമാണ്, തെറ്റാർക്കും പറ്റാം. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ് ഇന്നപോലെ സംഭവിച്ചു പോയി എന്നുള്ളത് ഈ വീട്ടുടമ KSEBയിൽ വിളിച്ച് പല തവണ പരാതി പറഞ്ഞതാണ്. അത് പരിഹരിക്കാതിരുന്നതാണ് ഏറ്റവും വലിയ പിഴവ്. എന്താണെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി KSEB സെക്ഷന് കീഴിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓണാകുമ്പോൾ മാത്രം ഈ വീട്ടിൽ കറണ്ട് വരികയും ആരെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കിയാൽ ഈ വീട്ടിലെ കറണ്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് തുടങ്ങിയിട്ട് കഴിഞ്ഞ് 2-3 ദിവസമായി. പക്ഷേ ഈ വീട്ടുടമയ്ക്ക് ഇത് മനസ്സിലാകുന്നത് ഇന്നലെയാണ്. ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിലിരുന്ന് റോഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കറണ്ടില്ല, മെഴുകുതിരിയൊക്കെ കത്തിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആരോ സ്ട്രീറ്റ് ലൈറ്റ് കുത്തി, ഭാഗ്യത്തിന് ഇവിടെയും കറണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കുന്നു, ഇവിടെ കറണ്ട് പോകുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ സംഭവത്തിൽ നിരന്തരം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. നമ്മൾ ഈ ലൈൻമാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്
സംഭവിച്ചു പോയതാണ്, തെറ്റ് പറ്റിപ്പോയതായിരിക്കാം, അത് പരിഹരിക്കാം, നാളെ രാവിലെ തന്നെ പരിഹരിച്ച് നൽകിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ചെയ്താൽ വളരെ നന്ദിയുണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇപ്പോഴും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ആ ലൈൻമാന് സംഭവിച്ച തെറ്റ് സ്വാഭാവികമാണ്, അത് ആർക്കും സംഭവിക്കാം. പക്ഷെ അത് തിരുത്താൻ ആ KSEB സെക്ഷൻ ഓഫീസിലിരിക്കുന്ന ആളുകൾ തയ്യാറാവാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിലെന്താണെങ്കിലും പരാതി നൽകി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പു.